എന്നും ഒരേ രീതിയിൽ മുട്ട പൊരിച്ചത് കഴിച്ച് മടുത്തും. അപ്പോൾ ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു എഗ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ലൊരു എഗ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചാൽ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ലൊരു എഗ് ഫ്രൈ തയ്യാറാക്കാമെന്ന് നോക്കാം. എഗ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നല്ലൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലൊന്ന് ചൂടായതിനു ശേഷം 2 സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ എഗ് ഫ്രൈ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു എഗ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇനി ഇതിലേക്ക് സ്റ്റവ് സിമ്മിൽ വെച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മസാലപ്പൊടികൾ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. സ്റ്റവ് ഒന്ന് സിമ്മിലേക്ക് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇന്ന് എണ്ണ തെളിയുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് മിക്സാക്കി പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നല്ലൊന്ന് മിക്സാക്കി നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഒന്ന് ഇതായിട്ടുണ്ട്. ഒരു 3 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 മുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. മുട്ടയും കൂടി ചേർത്തിട്ട് മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് നമ്മൾ സ്റ്റവ് ഒന്ന് സിമ്മിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു എഗ് ഫ്രൈ ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയണം. എന്നും തയ്യാറാക്കുന്ന രീതിയിലല്ലാതെ പ്രത്യേക ഒരു രുചിയിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ എഗ് ഫ്രൈ തയ്യാറാക്കി എടുത്തപ്പോൾ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചാണ് മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണോ വീഡിയോ കാണുന്നത് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. പിന്നെ ഒരു പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു എഗ് ഫ്രൈ ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കാൻ. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.